ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാസ്റ്റർ എന്ന ബോളിവുഡ് വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആ ഗ്രാമത്തിലെ അഡൽട്ട് മൂവീസ് എല്ലാം പ്ലേ ചെയ്യുന്ന ഒരു തിയേറ്ററാണ് കാണിക്കുന്നത്. സിനിമയെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രായമായ വ്യക്തി നേരെ തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയ ഉടൻ തന്നെ അയാളുടെ മകൻ ഇന്നത്തെ പൂജ എങ്ങനെയുണ്ടായിരുന്നു എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ അയാൾ ഇന്നത്തെ പൂജയിൽ താൻ വളരെയധികം സന്തോഷവാനാണ് എന്നുമെല്ലാം അവരോട് പറയുന്നു. അവിടെയൊക്കെ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നായകനായിട്ടുള്ള രാജിൻ്റെ വീടാണ് കാണിക്കുന്നത്. രാജിൻ്റെ മാമനും വർഷങ്ങളായി ഒറ്റയ്ക്കാണ് താമസിച്ചു വരുന്നത്. നായകന് താൻ വലുതാവുമ്പോൾ ലോകം അറിയപ്പെടുന്ന ഒരു റൈറ്റർ ആവണം എന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹം. നായകൻ രാവിലെ തന്നെ മാമനുണ്ടാക്കി കൊടുത്ത കാപ്പിയെല്ലാം കുടിച്ചുകൊണ്ട് ഒരു പബ്ലിഷറെ മീറ്റ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ആ സമയം നായകൻ കയറിയ ബസ്സിൽ ആ നാട്ടിൽ സ്നാക്സ് എല്ലാം വെക്കുന്ന ലേഡിയായിട്ടുള്ള റാണിയും കയറാനിടയാവുന്നു. എന്നാൽ റാണിയെ കണ്ട ഉടൻ തന്നെ ആ ബസ്സിലുള്ള എല്ലാവരുടെയും ശ്രദ്ധ നേരെ അവളുടെ അടുത്തേക്ക് പോകുന്നു. അവിടെയൊക്കെ ചെയ്ത് പബ്ലിഷറെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഓഫീസിന് പുറത്ത് വെയിറ്റ് ചെയ്യുന്ന നായകനെയാണ് കാണിക്കുന്നത്. കുറെ നേരം വെയിറ്റ് ചെയ്ത ശേഷം അവസാനം അവൻ ആഗ്രഹിച്ച പോലെ ആ പബ്ലിഷറെ മീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. എന്നാൽ നായകൻ എഴുതിയ ബുക്ക് വായിച്ച പബ്ലിഷർ ഈ ബുക്കിന് ഒരു സ്കോപ്പുമില്ലെന്നും ഇങ്ങനത്തെ ബുക്കൊന്നും ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തിയും മേടിച്ച് വായിക്കില്ല എന്നുമെല്ലാം അവനോട് പറയുന്നു. ഇത് കേട്ട് നായകന് വളരെയധികം വിഷമമെല്ലാം ആവുന്നു. നായകന്റെ വിഷമം മനസ്സിലാക്കിയ പബ്ലിഷർ അവനോട് കുറച്ച് അഡൽട്ട് കോമഡി ബുക്സ് എല്ലാം എഴുതിക്കൊണ്ടുവരാണെങ്കിൽ അതിന് നല്ല മാർക്കറ്റ് ഉണ്ട് എന്ന കാര്യമെല്ലാം അവനോട് പറയുന്നു. തന്റെ വിചാരിച്ച കാര്യം നടക്കാത്ത വിഷമത്തിൽ നായകൻ പബ്ലിഷർ പറഞ്ഞ കാര്യമെല്ലാം തന്റെ സുഹൃത്തിനോട് പറയുന്നു. നായകന്റെ സുഹൃത്തിന്റെ പേരാണ് ഗോപാൽ നായകനെയും കൂട്ടി അവിടെ അഡൽട്ട് മൂവീസ് എല്ലാം പ്ലേ ചെയ്യുന്ന ആ തിയേറ്ററിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നാൽ അതെല്ലാം കണ്ടിട്ടും നായകന് എഴുതാൻ വേണ്ടിയുള്ള ഇൻട്രസ്റ്റ് ഒന്നും വരുന്നില്ല. ആ വിഷമത്തിൽ അവൻ കിട്ടിയ ബസ്സിൽ കയറി നേരെ തന്റെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് വെച്ച് ബസ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് എല്ലാം ചവിട്ടുന്നു. ഈ സമയം റാണി ബസ്സിലേക്ക് കയറി വരുന്നത് കണ്ട് നായകന്റെ മനസ്സിൽ ഒരു കഥയുടെ ഐഡിയ എല്ലാം വരുന്നു. അവൻ റാണിയെ നായികയാക്കിക്കൊണ്ട് അവളുമൊത്ത് റൊമാൻസ് എല്ലാം ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റോറി എല്ലാം എഴുതി നേരെ പബ്ലിഷറെ കൊണ്ട് ഏൽപ്പിക്കുന്നു. നായകന്റെ സ്റ്റോറിയിൽ വളരെയധികം ഇംപ്രസ് ആയ പബ്ലിഷർ അവനോട് ഈ ബുക്ക് എന്തായാലും പ്രസിദ്ധീകരിക്കും എന്ന കാര്യത്തിൽ അവന് ഉറപ്പെല്ലാം കൊടുക്കുന്നു. അതോടൊപ്പം അവനോട് അവർക്ക് ഈ ഒരു ബുക്ക് സീരീസായി കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് കൂടി അവനോട് പറയുന്നു. ഇത് കേട്ട് നായകനും വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു. എന്നാൽ ബുക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ അവന്റെ പേരിന് പകരം ഒരു വ്യാജ പേര് ഉപയോഗിച്ചാൽ മതി എന്ന് കൂടി അവൻ അവരോട് പറയുന്നു. അങ്ങനെ നാട് മുഴുവൻ നായകൻ എഴുതിയ ആ പുസ്തകം അച്ചടിച്ച് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ നായകൻ തന്റെ അടുത്ത കഥയെല്ലാം ആലോചിച്ചുകൊണ്ട് റോഡിലൂടെ നടക്കുന്ന സമയം അവൻ തൊട്ടപ്പുറത്തെ തുണിക്കടയിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ട് അവന് അവളെ വളരെയധികം ഇഷ്ടമാവുന്നു. അങ്ങനെയിരിക്കെ നായകന്റെ സുഹൃത്ത് അവനോട് അവൻ രണ്ടാമതായി എഴുതാൻ പോകുന്ന കഥ എന്താണ് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. ആ സമയം അവൻ താൻ അടുത്തതായി എഴുതാൻ പോകുന്ന ഒരു സ്കൂളിൽ നടക്കുന്ന കഥയാണ് എന്ന കാര്യമെല്ലാം പറയുന്നു. ആൺകുട്ടികൾ മാത്രമുള്ള ആ സ്കൂളിലേക്ക് പുതിയതായി ഒരു ടീച്ചറെല്ലാം ജോയിൻ ചെയ്യുന്നു. ആ ടീച്ചറിന്റെ പേരാണ് മിസ് റീത്ത. അങ്ങനെയിരിക്കെ ഒരു ദിവസം നായകൻ മിസ്സിനോട് അവന് ഒരു പോർഷനിൽ ഡൗട്ട് ഉണ്ട് എന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ ഇത് കേട്ട മിസ് അവനോട് വീക്കെൻഡിൽ ഡൗട്ടുള്ള പോർഷൻ ചോദിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നോളാൻ വേണ്ടിയെല്ലാം പറയുന്നു. അങ്ങനെ നായകൻ ടീച്ചർ പറഞ്ഞ പ്രകാരം ഡൗട്ടെല്ലാം ചോദിക്കാൻ വേണ്ടി നേരെ ടീച്ചറിന്റെ വീട്ടിലേക്ക് പോകുന്നു. കുറെ നേരം പല ടോപ്പിക് എല്ലാം പഠിച്ചതിനു ശേഷം അവർ ഹ്യൂമൻ ഫീലിങ്സ് എന്ന ടോപ്പിക്കിലേക്ക് എത്തുന്നു. എന്നാൽ ആ സമയം അവർക്ക് അവരുടെ ഫീലിങ്സ് എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് രണ്ടുപേരും കൂടി ഫിസിക്കൽ റിലേഷൻഷിപ്പിലെല്ലാം പോകുന്നു. അതിനുശേഷം മിസ്സുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച സ്ഥിരമാകാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സ്കൂളിൽ വെച്ച് അവർ രണ്ടുപേരും കൂടി റൊമാൻസ് എല്ലാം ചെയ്യുന്നത് ആ സ്കൂളിലെ PT മാസ്റ്റർ കാണാനിടയാവുന്നു. PT മാസ്റ്റർ നായകനെ ഇതിന്റെ പേരിൽ അവിടെ വെച്ച് എടുത്തിട്ടടിക്കുന്നു. ഇതോടെ രണ്ടാമത്തെ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നായകൻ എഴുതിയ 2 സ്റ്റോറിയും ആ നാട്ടിൽ വളരെയധികം സക്സസ് എല്ലാം ആവുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം നായകൻ ഗോപാലിനെയും മാമനെയും കൂട്ടിക്കൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്ന ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു. മാമൻ പെൺകുട്ടിയുടെ അച്ഛനോട് നായകന് ആ കുട്ടിയെ ഇഷ്ടമാണ് എന്ന കാര്യമെല്ലാം പറയുന്നു. ഇത് കേട്ട അയാൾ ഉടനെ തന്നെ ഈ വിവരമെല്ലാം ഭാര്യയോട് ചെന്ന് പറയുന്നു. ഇതേസമയം തന്നെ പെണ്ണ് കാണാൻ വന്ന വിവരമെല്ലാം പറഞ്ഞ് നായിക മുറിയിൽ നിന്നും നേരെ ഹാളിലേക്ക് വരുന്നു. നായികയെ കണ്ട് നായകൻ അവളെ തന്നെ നോക്കിയിരിക്കാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ ഇതേസമയം പലഹാരമായി വന്ന നായികയുടെ അമ്മ നായകന്റെ മാമനെ നോക്കിക്കൊണ്ട് ഇയാളാണ് അന്ന് തന്നെ ട്രെയിനിൽ വെച്ച് മോശമായി പെരുമാറിയത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് ഷൗട്ട് ചെയ്യുന്നു. എന്നാൽ ഇത് കണ്ട് ദേഷ്യം വന്ന നായിക നായകനെ കൈക്ക് പിടിച്ചുകൊണ്ട് അവിടെ നിന്നും പുറത്താക്കുന്നു. അവിടെയൊക്കെ ചെയ്ത് നായകൻ എഴുതിയ പുസ്തകമെല്ലാം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗുഡ്സ് കാരിയറിന്റെ ഡ്രൈവറിനെയും ക്ലീനറിനെയുമാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം ഒരു ലേഡി ആ ഗുഡ്സ് എല്ലാം ഇറക്കി വെക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവർ അതൊന്നും കാര്യമാകാതെ ആ ബുക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. അവിടെയൊക്കെ ചെയ്ത് അന്ന് ഈവനിങ്ങിൽ മാമനോട് ആ സ്ത്രീയുമായി എങ്ങനെയാണ് പരിചയം എന്ന കാര്യമെല്ലാം ചോദിക്കുന്ന നായകനെയും സുഹൃത്തിനെയുമാണ് കാണിക്കുന്നത്. ആ സമയം മാമൻ താൻ ഒരിക്കൽ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയം
തനിക്ക് ഇവരുടെ അടുത്തുള്ള സീറ്റാണ് ലഭിച്ചതെന്നും അന്ന് യാത്രക്കിടയിൽ ഉറങ്ങിപ്പോയ താൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടതുപോലെയാണ് അവരോട് അറിയാതെ മോശമായി പെരുമാറിപ്പോയത് എന്നുമെല്ലാം നായകനോട് പറയുന്നു. അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നായികയെ മീറ്റ് ചെയ്യാൻ ചെന്നിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. നമ്മുടെ നായികയുടെ പേരാണ് മധു നായകനോട് അവൾക്ക് ഇത്രയും മോശമായിട്ടുള്ള ഒരു ഫാമിലിയുമായി ഒരു റിലേഷന് താല്പര്യമില്ല എന്നുമെല്ലാം അവൻ്റെ മുഖത്തടിച്ച് പറയുന്നു. നായകൻ മധുവിനോട് തൻ്റെ ചെറുപ്പത്തിൽ തന്നെ തനിക്ക് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു പോയെന്നും അന്നു മുതൽ തന്നെ നോക്കി വളർത്തിയത് തൻ്റെ മാമനായിരുന്നു എന്നുമെല്ലാം അവളോട് പറയുന്നു. ഇത് കേട്ട മധുവിന് നായകനോട് ചെറുതായിട്ടെല്ലാം ഇഷ്ടമെല്ലാം തോന്നി തുടങ്ങുന്നു. അവിടെ കച്ചിത് ആ നാട്ടിൽ പുതിയതായി താമസിക്കാൻ വന്ന ഒരു ഫാമിലിയെ നായകന് കാണിച്ചു കൊടുക്കുന്ന മാമനെയാണ് കാണിക്കുന്നത്. എന്നാൽ നായകൻ അവരെ അവിടേക്ക് നോക്കിയ ഉടൻ തന്നെ അവർ നായകനെ നോട്ടീസ് എല്ലാം ചെയ്യുന്നു. ഇത് കണ്ട നായകൻ ഒന്നും അറിയാത്തത് പോലെ അവിടെ നിന്നും നേരെ തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയ നായകൻ താൻ അടുത്തതായി എഴുതാൻ പോകുന്ന സ്റ്റോറിയുടെ കഥയെ പറ്റിയെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയം നായകനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ആ പുതിയതായി താമസിക്കാൻ വന്ന സ്ത്രീ നായകന്റെ വീട്ടിലേക്ക് വരുന്നു. ആ സ്ത്രീയുടെ പേരാണ് സരിത തനിക്ക് ഇവിടുത്തെ കടയൊന്നും അറിയില്ല എന്നും അതുകൊണ്ട് ചായ വയ്ക്കാൻ വേണ്ടി കുറച്ച് പഞ്ചസാര തരുമോ എന്നുമെല്ലാം നായകനോട് ചോദിക്കുന്നു. ഇത് കേട്ട നായകൻ ഉടൻ തന്നെ അവർക്ക് വേണ്ട പഞ്ചസാരയെല്ലാം എടുത്തെല്ലാം കൊടുക്കുന്നു. പോകുന്നതിന് മുമ്പായി അവർ അവരുടെ ടാപ്പിന് ഭയങ്കര ലീക്കാണെന്നും അത് ശരിയാക്കാൻ വേണ്ടി പ്ലംബറെ അറേഞ്ച് ചെയ്ത് തരാമോ എന്നുകൂടി നായകനോട് ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ട നായകൻ എനിക്ക് പ്ലംബിംഗ് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ടൂൾസുമായി നേരെ അവരുടെ കൂടെ പോകുന്നു. നായകൻ പൈപ്പെല്ലാം ശരിയാക്കുന്ന സമയം തൊട്ടപ്പുറത്ത് നിന്ന് അവർ നായകനെ സെഡ്യൂസ് ചെയ്യുന്ന രീതിയിലെല്ലാം അവനോട് പെരുമാറുന്നു. എന്നാൽ പെട്ടെന്ന് ആ സമയം അവരുടെ ഹസ്ബൻഡ് അവിടേക്ക് വന്നതുകൊണ്ട് നായകൻ വേഗം പണിയെല്ലാം നിർത്ത് അവിടെ നിന്നും പോകുന്നു. എന്നാൽ വീട്ടിലെത്തിയ സമയത്താണ് അവൻ്റെ ടൂൾ ബോക്സ് എടുക്കാൻ മറന്നു എന്ന കാര്യമെല്ലാം ഓർമ്മ വന്നത്. ഇത് മനസ്സിലാക്കിയ ഉടൻ തന്നെ അവൻ ടൂൾ ബോക്സ് എടുക്കാൻ വേണ്ടി നേരെ അവരുടെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ ടൂൾ ബോക്സ് എല്ലാം എടുത്ത് അവിടെ നിന്നും ഇറങ്ങുന്ന സമയം അവൻ തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്നും എന്തോ ശബ്ദമെല്ലാം കേട്ട് അവിടെ ഉണ്ടായിരുന്ന ഡോറിന്റെ ഗ്യാപ്പിലൂടെ എന്താണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടി അവിടെ ചെന്ന് നോക്കുന്നു. എന്നാൽ റൂമിൽ സരിതയും അവരുടെ ഭർത്താവും കൂടി റൊമാൻസ് എല്ലാം ചെയ്യുന്നത് കണ്ട് നായകൻ കുറച്ചു നേരം അവരെ തന്നെ നോക്കി നിൽക്കുന്നു. എന്നാൽ സരിതയുമായി നായകന് ഐ കോണ്ടാക്ട് വന്ന ഉടൻ തന്നെ അവൻ അവിടെ നിന്നും നേരെ തന്റെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയ നായകൻ കുറെ നേരം ഇതിനെപ്പറ്റി ചിന്തിച്ച ശേഷം അവന് എന്തുകൊണ്ട് ഇത് ഒരു സ്റ്റോറി ആക്കിക്കൂടാ എന്ന ഐഡിയ എല്ലാം തോന്നുന്നു. അങ്ങനെ അവൻ സരിതയുടെ വീട്ടിൽ പ്ലംബറായി പോയ ശേഷം അവിടെ വെച്ച് അവരുമൊത്ത് റൊമാൻസ് ചെയ്യുന്നതായിട്ട് സ്റ്റോറിയെല്ലാം എഴുതുന്നു. അങ്ങനെ നായകന്റെ മാസ്റ്റർ എന്ന ബുക്ക് സീരീസ് ആ നാട്ടിലെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ബുക്കുകളിൽ ഒന്നായി മാറുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സീരീസിന്റെ ആദ്യത്തെ പാർട്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ സെക്കൻഡ് പാർട്ടിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.